പഠിച്ച ആളുകളുണ്ട്, പഴയകാല വല്യപ്പമാർ വല്യമ്മമാർ, അവരൊക്കെ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചവരും ദിവസേന ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുമാണ്. ഇവരെ സംബന്ധിച്ച് ഹബീബാ നബി തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: സ്വഹാബ, അല്ലാഹുവിന് 99 നാമങ്ങളാണ്. ആരെങ്കിലും ഒരാൾ ആ നാമങ്ങളെ കാണാതെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ, യാ അല്ലാഹു, യാ റഹ്മാനു, യാ റഹീമു, യാ മലിക്കു, യാ ഖുദ്ദൂസ് എന്ന വിശുദ്ധമായ നാമങ്ങളുണ്ടല്ലോ, ആ നാമങ്ങളെങ്ങാനും ഒരു മനുഷ്യൻ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അവനിക്ക് സ്വർഗമാണ്. മുഹമ്മദ് മുസ്തഫ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. കാണാതറിയുന്നവർ അത് മറക്കാതിരിക്കണം. കാണാതറിയുന്നവർ അത് മറക്കാതെ സൂക്ഷിക്കാൻ അവരെ കൊണ്ട് കഴിയണം. കാണാതെ പഠിക്കാത്ത ആളുകളുണ്ടല്ലോ, അതൊന്ന് കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. കാണാതെ പഠിക്കാത്തവരത് കാണാതെ പഠിക്കാനും നോക്കണം. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്മാഉൽ ഹുസ്ന ആരെങ്കിലും ഒരാൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ 99 നാമങ്ങളാണ്. ആകെ പഠിക്കാൻ 1-2 ദിവസങ്ങളൊന്ന് മെനക്കെട്ടാൽ മതി. 1-2 ദിവസങ്ങളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ അത് കാണാതെ പഠിയും. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയാൻ, അവൻ സ്വർഗത്തിലാണ്, അവൻ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്, അവൻ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഉറക്കാമി പറഞ്ഞ പഠിച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. അത് ദിവസേന ഒരു 5 തവണയോ 10 തവണയോ ഒക്കെ 10 തവണ ചെല്ലുന്നവർക്ക് വലിയ ഫضലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, അല്ലാഹുവിന്റെ അരികിൽ അല്ലാഹു ഒരു മലക്കിനെ പടച്ചിട്ടുണ്ട്. നോക്കണേ, ഒരു ചെറിയ കുഞ്ഞു കഥയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇത് വിശുദ്ധമായ ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മനസ്സിലായില്ലേ? ഇത് തുറമുദയിലുണ്ട്. മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരു മലക്കിനെ സംബന്ധിച്ച് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബ, അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹു ഒരു മലക്കിനെ പടച്ചിട്ടുണ്ട്. ആ മലക്കിന്റെ അവസ്ഥ എന്തെന്നറിയോ? ആ മലക്കിന് അല്ലാഹു കൊടുത്തത് 1000 തലകളാണ്. 1000 തലകൾ കൊടുത്തുകൊണ്ടുള്ള ഒരു മലക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിരിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഓരോ തലയുടെ മുകളിലും അല്ലാഹു 1000 മുഖങ്ങളെ നൽകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ ആ മഹാനവറുകളുടെ മലക്കിന്റെ മേലെ 1,00,000 വരുന്ന മുഖങ്ങളാണ്. അല്ലേ? 1000 × 1000 1,00,000 അല്ലേ? അല്ലേ PC മാഷേ? 1000 × 1000 1,00,000. അല്ലാഹ് ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, ആ മലക്കിന് അല്ലാഹു 1000 തലകൾ കൊടുത്തു. 1000 തലകളിലും ഓരോ തലകളിലും ഓരോ മുഖങ്ങൾ എന്നുള്ള നിലക്ക് 1000 മുഖങ്ങളും. അതായത് ഒരു തലയുടെ മുകളിൽ 1000 മുഖം, രണ്ടാമത്തെ തലയുടെ മുകളിൽ 2000, മൂന്നാമത്തെ തലയാകുമ്പോ 3000, അങ്ങനെ 1000 തലകൾ കൂട്ടുമ്പോ 1,00,000 മുഖങ്ങളാണ് അല്ലാഹു ആ മലക്കിന് കൊടുത്തത്. എന്നാലോ ഓരോ മുഖത്തിന്റെ മേലിലും, നമ്മുടെ മുഖത്തിലൊക്കെ ഒരു വായല്ലേ ഉള്ളത്, ആ മലക്കിന്റെ ഓരോ മുഖത്തിലും 1000 വായകൾ അല്ലാഹു കൊടുക്കുകയാണ്. 1000 വായകൾ അല്ലാഹു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒന്ന് പെരുക്കി നോക്കൂ, എണ്ണാൻ കഴിയോ? എന്നാ കേട്ടോളണേ, നമ്മുടെ മുഖത്തുള്ളത്, നമ്മുടെ തുടലിന്റെ മുകളിലുള്ളത് ഒരു തലയാണ്. ആ ഒരു തലയുടെ മുകളിൽ ഒരു മുഖമാണ്. ആ ഒരു മുഖത്തിൽ ഒരു വായല്ലയോ, ആ ഒരു വായയുടെ ഉള്ളിൽ ഒരു നാവല്ലയോ നമുക്കുള്ളത്. എന്നാൽ ആ മലക്കിനുള്ളത് ഓരോ വായയുടെ മുകളിലും 1000 നാവുകളാണ്. സുബ്ഹാനല്ലാഹ്. തുർമുദി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, 1000 തലയുള്ളതും 1000 തലയിലും ഓരോ തലയിലും 1000 മുഖങ്ങളും, ഓരോ മുഖത്തിലും 1000 വായകളും, ഓരോ വായയുടെ ഉള്ളിലും 1000 നാവുകളും. ആ മലക്കിന്റെ ഡ്യൂട്ടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ സ്വലാത്ത്, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ മലക്കിന്റെ ഡ്യൂട്ടി ഇതാണ്. സുബ്ഹാനല്ലാഹ്, 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 സുബ്ഹാനല്ലാഹ്,
സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ തസ്ബീഹ് ചൊല്ലൽ മാത്രമാണ് ആ മലക്കിന്റെ ഡ്യൂട്ടി ആയിട്ടുള്ളത്. വേറെ ഒന്നും ആ മലക്കിനില്ല, വേറെ ഒരു പ്രവർത്തനവുമില്ല. ആ മലക്കിന്റെ ജോലി അതാണ്. ആ മലക്കിന്റെ ജോലി അതാണ്. ആ മലക്കിന് 1000 തല, ഓരോ തലയിലും 1000 മുഖങ്ങൾ, ഓരോ മുഖത്തിലും 1000 വായകൾ, ഓരോ വായയിലും 1000 നാവുകൾ. എന്നിട്ട് ഈ മലക്കൊരു ദിവസം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ച തമ്പുരാനെ, എന്നെക്കാൾ ശ്രേഷ്ഠനായ ഒരാൾ നിന്റെ സൃഷ്ടികളിൽ ഉണ്ടോ അല്ലാഹുവേ? ഓ, ഈ മലക്കിന്റെ ചോദ്യം അതാണ്. എന്നെക്കാൾ ശ്രേഷ്ഠനായ ഒരാൾ, എന്നെക്കാൾ നല്ല ഒരാൾ, എന്നെക്കാൾ നിനക്ക് ഇഷ്ടമുള്ള ഒരാൾ നിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിലുണ്ടോ തമ്പുരാനെ? ഉടനെ തന്നെ അല്ലാഹു പറയുകയാണ്, ഉണ്ട്. എന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം മനുഷ്യന്മാരുണ്ട്. ആദമിന്റെ സന്തതികളാണവര്. ആദം നബി അവർ കുള്ള മക്കളിൽ നിന്നൊരാൾ ചെയ്യുന്നതാണ് നിങ്ങളെക്കാൾ അമലുകൾ. മഹാനായ ഉസ്താദ് ഈ ഹദീസിനൊരു പദ്യ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികളിൽ നിന്നെക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, നിന്നെക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരാളുണ്ട് മലക്കേ എന്ന മലക്കിനോട് പറയുകയാണ്. ഉടനെ തന്നെ ആ മലക്ക് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, എങ്കിൽ അല്ലാഹുവേ, അയാളെ എനിക്കൊന്ന് കാണിച്ചു തരാവോ? അയാളെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അയാൾ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അയാളുടെ കൈ പിടിക്കാൻ എനിക്ക് പൂതിയുണ്ട്. അയാളുടെ നെറ്റിയിൽ എനിക്കൊരു ചുംബനം ചെയ്യാൻ പൂതിയുണ്ട്. അയാൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനുള്ള അനുവാദം കൊടുക്കുകയാണ്. ഉടനെ തന്നെ ആ മലക്ക് ഭൂമി ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ടതാ സുബ്ഹാനല്ലാഹ് ഈ അടിമയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. ആ നോക്കുന്ന സമയത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു സൗമ്യമായ രീതിയിൽ ജീവിക്കുന്ന ഒരു വളരെ ലളിതമായ രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബം, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അയാൾ രാവിലെ ജോലിക്ക് പോകുന്നവനാണ്, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നവരാണ്. എന്നിട്ട് മഹാനായ നബി തങ്ങൾ പറയുകയാണ്, ആ മലക്ക് ഈ മനുഷ്യന്റെ കൂടെ ഒരു 3-4 ദിവസം അങ്ങ് ചുറ്റി നടക്കുകയാണ്. ഇയാളുടെ അമലുകൾ പരിശോധിക്കാൻ വേണ്ടിയാണ്. കാരണം 1000 തലയുള്ള ഒരു തലയുടെ മുകളിൽ തന്നെ 1000 മുഖങ്ങളുള്ള, ഒരു മുഖത്തിൽ തന്നെ 1000 വായകളുള്ള, ഒരു വായിൽ തന്നെ 1000 നാവുകളുള്ള ഈ മലക്കിനേക്കാൾ എന്ത് ഇബാദത്താണ് ഇയാൾ ചെയ്യുന്നതെന്നറിയാൻ മലക്കിനുണ്ടാവൂലേ ബോധി? മലക്ക് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നടക്കുകയാണ്. നോക്കുന്ന സമയത്തിൽ അദ്ദേഹം വേറൊന്നും ചെയ്യാറില്ല. അദ്ദേഹം ഫർള് നിസ്കരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഫർളിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. വേറെ ഒന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. കുടുംബ ബന്ധം പുലർത്തുന്നവനാണ്. ഏറ്റവും മർമ്മപ്രധാനം അവിടെയാണ് കേട്ടോ. കുടുംബത്തിനോട് തെറ്റി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കുടുംബ ബന്ധം പുലർത്തുന്നവനാണവൻ. അയൽവാസിയെ സ്നേഹിക്കുന്നവനാണ്. കൂട്ടുകാരോട് നല്ല നിലക്ക് നിൽക്കുന്നവനാണ്. അന്യായമായി ആക്രമിക്കാത്തവൻ, ദേഷ്യം പിടിക്കാത്തവൻ, കച്ചറകൾ ഉണ്ടാക്കാത്തവൻ, തമ്മാടിത്തരം പ്രവർത്തിക്കാത്തവൻ. കുറഞ്ഞ അമലുകൾ മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഉടനെ തന്നെ അതാ ഈ മലക്ക് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, മലക്കന്ന് കണ്ടില്ലേ മഹാനിൽ നിന്നും? ആ മഹാന്റെ അരികിൽ നിന്ന് ഒരു അമലുകളൊന്നും വല്ലാതെയായിട്ട് ആ മലക്ക് അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ആ മലക്ക് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ മലക്ക് അവർ ചോദ്യമായവരോട്, എന്തുണ്ടിത് കൂടാതെ പറയൂ എന്നോട്. അപ്പോൾ മലക്കവർ ചോദ്യമായവരോട്, എന്തുണ്ട് ഇത് കൂടാതെ പറ എന്നോട്. ഞാൻ നിന്റെ കൂടെ 3-4 ദിവസമായല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്. കൂടുതലായ ഒരു അമലുകളൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല.
നിന്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു അമലൊന്നും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടില്ല. എന്ത് അമലാണ് ഞാൻ അറിയാതെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നീ മലക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, കേട്ടോളണേ ഉമ്മമാരെ, അദ്ദേഹം ആ മലക്കിനേക്കാൾ സ്ഥാനത്തേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം എന്തെന്നറിയോ? എന്റെ ഉമ്മമാരെ ശരിക്ക് കേട്ടോളണേ, എന്റെ ഉപ്പമാരെ ശ്രദ്ധിക്കണേ. അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, സുബ്ഹിക്ക് ശേഷം ചെല്ലുമേ ഞാൻ നിത്യവും അസ്മാഉൽ ഹുസ്നാവറും പത്തെണ്ണവും. ഈ മലക്കിനോട് ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ചെയ്യുന്ന അമലേതെന്നറിയോ? ഞാൻ എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെയായി സുബഹി നിസ്കരിച്ച് ഞാൻ കിടന്നുറങ്ങാറില്ല. സുബഹി നിസ്കരിച്ചുടങ്ങുന്ന ഉറക്കത്തിന്റെ പേരാണ് ഐലൂലത്തിന്റെ ഉറക്കമെന്ന് പറയുന്നത്. ഐലൂലത്തിന്റെ ഉറക്കമെന്നാണ് ആ സമയത്തിലുള്ള ഉറക്കത്തിന്റെ പേര്. ഐലൂലത്ത് ഉറക്കമുണ്ട്,